പറഞ്ഞു നീ. നീ ഇപ്പൊ എവിടെയാ? അയ്യോ, ഞാനേ SP അങ്കിളുടെ കൂടെ കോട്ടയത്ത് പോണ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഷോ, ഞാനതങ്ങ് മറന്നു. ഒരു ഹെൽപ്പ് ചോദിച്ച് വിളിച്ചതാ. ആ, ഇനിയിപ്പോ എന്തായാലും വേറെ വഴി നോക്കാം. ആ, അതായിരിക്കും നല്ലത്. മിക്കവാറും ഞാൻ വരാൻ 2 ദിവസം കഴിയും. ആ കാട്ടുകള്ളൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ? വിക്രമാദിത്യന്റെ കൂടെ വേതാളം പോലെ അയാൾ SP അങ്കിളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അയാൾ ഒറ്റ ഒരുത്തിനാ SP അങ്കിളെ ഇങ്ങനെ ചീത്തയാക്കുന്നത്. ആ വീട്ടിൽ കൂടെ ഉണ്ടെങ്കിലേ ഞാനാ വിളിച്ചെന്ന് പറയണ്ട. അയാളൊരു നാരദനാ. ശകുനി. അയ്യോ, അങ്ങനെ പറയരുത്. ഓരോ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോ ബുദ്ധിപരമായ ചില കാര്യങ്ങള്. അയാൾക്ക് എന്ത് ബുദ്ധി? നമ്മള് തമ്മിലുള്ള ട്രൂ ഫ്രണ്ട്ഷിപ്പ് പോലും തിരിച്ചറിയാത്ത മൊണ്ണയാള്. മൊണ്ണയാ? അയ്യോ, അയാളെ പോലെ പരമ ബോറനായ ഒരാള് ഈ ലോകത്തുണ്ടാവില്ല. അത് പിന്നെ ധ്വനി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അയ്യോ അർജുൻ, ഫോൺ കട്ടിയല്ലേ? ആ സ്റ്റുപ്പിഡ് ബഫൂണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലടാ. സ്വാമിയെങ്കിൽ നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാ, മഹാബുദ്ധിമാൻ, ദ റിയൽ കിങ് മേക്കർ. SP അങ്കിളിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാ. ആ, അത് ശരിയാ. ഇതിലും വലിയ നിലയിൽ എത്തേണ്ട ആളായിരുന്നു SP അങ്കിൾ. ഇയാള് വന്നതോടെ അങ്കിള് നിന്ന നിലയിൽ തന്നെ നിന്നുപോയി. അയ്യോ, ഉത്രാടായിട്ട് ഒരാളെ കുറ്റം പറഞ്ഞപ്പോ എന്തൊരു മനസ്സുഖം. ഒന്ന് നിർത്താമോ? ആരാ നിർത്താൻ പറഞ്ഞ്? ആ വൃത്തികെട്ട ശബ്ദം കേട്ടിട്ട് കള്ള സ്വാമി തന്നെയാന്ന് തോന്നല്ലോ. അയ്യോ, അത് പിന്നെ അദ്ദേഹം തന്നെയാ. കാറൊന്ന് നിർത്താൻ പറഞ്ഞതാ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. ഓക്കേ, അപ്പോഴേക്കും ഞാൻ ആ കള്ള സ്വാമിയുടെ മറ്റു കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. ഇത്ര പെട്ടെന്ന് ആ കുട്ടി ഫോൺ വെക്കണ്ടായിരുന്നു. യാത്രയുടെ ബോറടിയൊക്കെ മാറി ഒന്ന് ഹരം പിടിച്ച് വരികയായിരുന്നു. SP സ്വാമിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടി പറഞ്ഞത്. ധ്വനി ഞാൻ ഉദ്ദേശിച്ചാലും മിടുക്കിയ ഒരു കുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ചാഞ്ഞ മരമായി പോയില്ലേ, എല്ലാരും കൂടി ഓടി കേറിക്കോ. നീ ചിരിക്കണ്ട, നിനക്കും അവൾക്കും ഞാൻ വച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഞാനും ഇവളും കൂടി നാട് മുഴുവൻ നടന്ന് പൂക്കള് പറിച്ചോണ്ട് വന്ന് അത്ത മുതൽ 10 ദിവസവും പൂക്കളിടുമായിരുന്നു. ഒരു തവണ അമ്മ മാലകെട്ടം കൊണ്ടുവച്ച പൂവെടുത്ത് ഇത്തിരി വിശാലമായിട്ട് തന്നെ പൂക്കളെ ഇട്ടു. ഓർമ്മയുണ്ടോ അതൊക്കെ? അന്ന് കിട്ടിയ അടിയുടെ ചൂട് മറക്കാൻ പറ്റുമോ ചേച്ചി? പിന്നെ അടിച്ചുപോലും. വെറുതെ ഒന്ന് തട്ടിയപ്പോ തന്നെ രണ്ടും കൂടി വലിയ വായില് കരയാൻ തുടങ്ങി. പിന്നെ സമാധാനിപ്പിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഓരോ ഓണത്തിനും എത്ര പൂക്കള മത്സരങ്ങളിലാ നമ്മൾ 3 പേരും പങ്കെടുത്തിരിക്കുന്നത്. എവിടെയും ജയം പ്രിയമത ആൻഡ് ടീമിന് തന്നെ ആയിരിക്കും. കോളേജിലായിരുന്നപ്പോഴും പൂക്കളം കോമ്പറ്റീഷന് എപ്പോഴും ഫസ്റ്റ് എന്റെയും ധ്വനിയുടെയും ടീമിനായിരുന്നു. ആ കള്ളി പൂവിടാനൊന്നും കൂടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോയും വെച്ച ആള് കളിക്കാനേ ഭയങ്കര ഉത്സാഹമാണ്. നമ്മൾ എന്നും കുട്ടികളായിരുന്നാ മതിയായിരുന്നു അല്ലേ ചേച്ചി? നടക്കാത്ത കാര്യം എന്തിനാ ആലോചിക്കുന്നത്?